ഹലോ, ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ബ്രസീലിയൻ ബോട്ടോക്സ് ചെയ്തതിൻ്റെ ആഫ്റ്റർ കെയറിനെ പറ്റിയും അതിൻ്റെ ഇപ്പോഴത്തെ മുടിയുടെ അവസ്ഥയെ പറ്റിയും ഒരു അപ്ഡേറ്റ് തരാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഹെയർ ഇപ്പോൾ സെക്കൻഡ് വാഷ് കഴിഞ്ഞിട്ടുള്ള ഒരു ഹെയറിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇപ്പോൾ ശരിക്കും ഒരു നാച്ചുറൽ ലുക്കായിട്ട് കിടപ്പുണ്ട് എൻ്റെ ഹെയർ. നല്ല എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആയിരുന്നു. ഇപ്പോൾ ഡ്രൈനെസ്സൊക്കെ മാറിയത്. ഇതാണ് ഫസ്റ്റ് വാഷ് കഴിഞ്ഞിട്ടുള്ള ഹെയറിൻ്റെ അവസ്ഥ. നല്ല സ്ട്രൈറ്റ് ലുക്കായിട്ട് കിടപ്പുണ്ട്. പിന്നെ സെക്കൻഡ് വാഷ് ആയപ്പോഴത്തേക്ക് കുറച്ച് കേളിയായി. എനിക്ക് പക്കാ സ്ട്രൈറ്റ് ലുക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ അടിയിൽ കേൾസ് ഇട്ടാണ് തന്നത്. അപ്പോൾ അതുപോലെ തന്നെ കിടപ്പുണ്ട്. ഇതിൻ്റെ ആഫ്റ്റർ കെയർ ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് നോക്കുക കേട്ടോ. ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് 48 hours കഴിഞ്ഞാണ് ഞാൻ ഹെയർ വാഷ് ചെയ്തത്. ഞാനൊരു യൂട്യൂബ് ചാനൽ കണ്ടതാണ് 48 hours കഴിഞ്ഞ് വാഷ് ചെയ്താലേ നമ്മുടെ ഹെയറിൽ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നല്ലപോലെ എഫക്റ്റ് ആവുള്ളൂ എന്ന്. പിന്നെ സലൂൺകാർ പറഞ്ഞത് 24 hours കഴിഞ്ഞ് വാഷ് ചെയ്തോളാനാണ്. പക്ഷെ ഞാൻ 48 hours കഴിഞ്ഞിട്ടാണ് വാഷ് ചെയ്തത്. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിലത്തൊന്നും ഇറങ്ങാൻ പാടില്ല. നമ്മൾ ഈ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ എഫക്റ്റ് പെട്ടെന്ന് കുറയും. ഇപ്പോൾ ഭയങ്കര വെയിലത്തൊന്നും പോകുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ കാറിലൊക്കെ പോണതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്ക് ആഫ്റ്റർ കെയർ ആയിട്ട് തന്ന പ്രോഡക്റ്റ്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇതാണ് മാസ്ക്. നമ്മൾ തലയോട്ടി വരേണ്ടതാണെങ്കിൽ ഈ മാസ്ക് ഉപയോഗിച്ച് നമ്മളെ തലയോട്ടി മൃദുലമാക്കാം. ഇത് കേര എന്ന ബ്രാൻഡിൻ്റെ പ്രോട്ടീൻ മാസ്കാണ്. നമുക്ക് എന്തായാലും എണ്ണയിൽ നിന്ന് തേക്കാൻ പാടില്ല നമ്മുടെ തലയിൽ. അപ്പോൾ നമ്മുടെ തലയോട്ടി എന്തായാലും വരണ്ട് വരും. അപ്പോൾ നമുക്ക് ഈ മാസ്ക് മേടിച്ച് വയ്ക്കണത് എന്തുകൊണ്ടും നല്ലതാണ്. നല്ല വരണ്ടൊക്കെ വരികയാണെങ്കിൽ ഈ മാസ്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നല്ല സ്മൂത്താവും. പിന്നെ നല്ല തണുപ്പും കിട്ടും തലയ്ക്ക്. പിന്നെ ഷാമ്പൂ, കണ്ടീഷണർ കേരയുടെ തന്നെ പ്രോട്ടീൻ ഷാമ്പൂ ആൻഡ് കണ്ടീഷണറാണ്. ഇത്രയും കുറച്ച് ഷാമ്പൂവിൻ്റെയും കണ്ടീഷണറിൻ്റെയും പേര് ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം. നിങ്ങളത് വായിച്ച് നോക്കൂ കേട്ടോ. JK പ്രൊഫഷണൽ ഷാമ്പൂ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതെങ്ങനെ കഴുകണമെന്ന് വെച്ചാൽ തലയോട്ടിയിൽ മാത്രം ഷാമ്പൂ യൂസ് ചെയ്ത് കഴുകിക്കളയുക. മുടിയിൽ യൂസ് ചെയ്യരുത്. അതിനുശേഷം മുടിയിൽ കണ്ടീഷണറും തലയോട്ടിയിൽ മാസ്കും അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ കുറഞ്ഞതിരിക്കണം. കണ്ടീഷണർ ഒരിക്കലും തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് മുടി കൊഴിച്ചിലുണ്ടാവും. മാസ്ക് തലയോട്ടിയിൽ അപ്ലൈ ചെയ്യണം. നല്ലൊരു തണുപ്പ് കിട്ടും നമ്മുടെ തലയ്ക്ക്. നമ്മളപ്പോൾ 20 മിനിറ്റ് അങ്ങനെ വെയിറ്റ് ചെയ്യുക. 80% ഷാമ്പൂ കണ്ടീഷണർ കഴുകിക്കളയാൻ പാടുള്ളൂ. ഒരു വഴുവഴുപ്പ് ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ഒരു ആഫ്റ്റർ കെയറിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അവർ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട് വാട്സപ്പിൽ. അത് ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് കൊടുക്കാം. നിങ്ങളെല്ലാവരും വായിച്ച് നോക്കൂ കേട്ടോ. ഇത് കണ്ടോ, എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആയിരുന്നു. പൊട്ടി പൊട്ടി പോകുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്.